സുജയ്ക്ക് കേൾക്കാമോ? കേൾക്കാം. ഓക്കെ, ചർച്ചയുടെ തുടക്കത്തിൽ അങ്ങേക്ക് കേൾക്കാൻ കഴിയാതെ പോയ ചില കാര്യങ്ങൾ കൂടി ഉണ്ടായിരുന്നു. അതിലൊന്ന് എന്ന് പറയുന്നത്, ഇത് അവസരവാദപരമായ നിലപാടാണ് മുഖ്യമന്ത്രി മതസൗഹാർദ്ദവുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുന്നത് എന്ന ബോധ്യത്തിലാണ് വേദിയിൽ തന്നെ പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു വിമർശനമുണ്ടായത് എന്നാണ് ശ്രീ കെ പി നൗഷാദ് അലി പറഞ്ഞത്. ഇത് നോക്കൂ, ഇപ്പോൾ സ്വാഭാവികമായും പ്രതിപക്ഷ നേതാവ് സംസാരിച്ചതിന് ശേഷം മുഖ്യമന്ത്രി സംസാരിച്ചിട്ടില്ല, അതിനൊരു മറുപടി പറയുക എന്ന് പറയുന്ന സംഭവം ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ CPM-ന്റെ പ്രതിനിധിയോട് ചോദിക്കുന്നത്, പ്രതിപക്ഷ നേതാവിന്റെ ആ പ്രതികരണത്തോടുള്ള CPM-ന്റെ മറുപടി എന്താണ്? അതായത് കേരളത്തിന്റെ രാഷ്ട്രീയ പ്രബുദ്ധത പല കാലങ്ങളിൽ ലോകത്തിന്റെ രാജ്യത്തിന് മുമ്പിൽ ശ്രദ്ധേയമാം വിധം ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന ഏറ്റവും സുപ്രധാനമായ വിഷയം വർഗീയതയെ പ്രതിരോധിക്കുക, മതനിരപേക്ഷ രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിക്കുക. അതുകൂടെയാണല്ലോ. വർഗീയതയെ പ്രതിരോധിക്കുന്ന കാര്യത്തിൽ രാജ്യമെമ്പാടും സാമുദായിക സംഘർഷങ്ങളും മതവർഗീയ കലാപങ്ങളും വർഗീയതയെയും ജാതി സംഘർഷങ്ങളെയും തുടർന്ന് കൂട്ടക്കൊലപാതകങ്ങളും പലായനങ്ങളും കണ്ണീർ കയങ്ങളും ഒക്കെ നേരിടേണ്ട വരുന്ന നൂറുകണക്കിന് വരുന്ന ഇന്ത്യൻ അനുഭവങ്ങൾ നമ്മൾ ഒത്തുചേരുന്ന ഈ അവസരത്തിലുമുണ്ട്. ഇപ്പോഴും ഇന്ത്യയുടെ 3 സംസ്ഥാനങ്ങളിലെങ്കിലും കുറഞ്ഞത് അഹമ്മദാബാദിലും മണിപ്പൂരിലും ഒക്കെയടക്കം വർഗീയ കലാപത്തിന്റെ ചെറുതും വലുതുമായ അനുരണനങ്ങൾ ഇപ്പോഴും ബാക്കിയാണ്. ഈ സമയങ്ങളിലൊക്കെ ഇപ്പൊ ചെറുകാടിന്റെ പ്രസിദ്ധമായ പ്രയോഗമുണ്ട്, എൻ്റെ മുരിങ്ങാമരച്ചൂട്ടിലിരുന്നിട്ടാണ് ഞാൻ നക്ഷത്രങ്ങളെ കാണാറുള്ളത്. കാന്തപുരത്തിന്റെ ബഹുമാനായ AP അബൂബക്കർ മുസ്ലിയാരുടെ ജാഥാ സമാപനത്തിന്റെ വേദിയിലാവട്ടെ, ഞാനും നിങ്ങളും ചർച്ച ചെയ്യുന്ന നമ്മളുടെ അതത് ഇരിപ്പിടങ്ങളിലാകട്ടെ, നമ്മളുടെ വീടിന്റെ ഇറയത്തിരുന്നുകൊണ്ട് നിങ്ങൾ ലോകത്തിലേക്ക് നോക്ക്. ലോകത്തിന്റെ അനുഭവങ്ങളിൽ, ഇന്ത്യയുടെ കാഴ്ചകളിൽ കേരളം വെച്ചു പുലർത്തുന്ന രാഷ്ട്രീയ പ്രബുദ്ധത, അതിൻ്റെ മതനിരപേക്ഷ രാഷ്ട്രീയത്തിന്റെ ശക്തി, അത് എത്രമാത്രം പ്രസക്തമാണ്, പ്രത്യേകതയുള്ളതാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇവിടെ അങ്ങ് സൂചിപ്പിച്ചതുപോലെ ബഹുമാന്യനായ മുസ്ലിയാരുടെ ജാഥാ സമാപനത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗമാണ്. ആ പ്രസംഗത്തിൽ അദ്ദേഹം അർത്ഥസംഖ്യകൾക്കിടയില്ലാത്ത വണ്ണം പറയുന്നു, മതനിരപേക്ഷത പൊതുവിൽ ഒരു വാചാടാപം എന്നതുപോലെ പ്രയോഗിക്കാനുള്ളതല്ല, വാക്കും പ്രവൃത്തിയും രണ്ടായിരിക്കാൻ പാടുള്ളതല്ല. ഒപ്പം അദ്ദേഹം സൂക്ഷ്മതയിൽ പരാമർശിക്കുന്ന വിഷയം എന്താണ്? അദ്ദേഹം വീണ്ടും ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യർ, പ്രത്യേകിച്ച് മതന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട മതനിരപേക്ഷവാദികളുടെ ഒരു മഹാസംഗമത്തിൽ അദ്ദേഹം വീണ്ടും പറയുകയാണ്, അവർ തന്നെ അവസാനിപ്പിച്ച, അവർക്ക് പോലും തൊടാൻ താല്പര്യമില്ലാത്ത, അവർ തന്നെ എന്നേക്കുമായി ആ ക്ലോസ്ഡ് ചാപ്റ്റർ എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള, ഇപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ചുവല്ലോ, ആ സംഘടനയുടെ കൂടെ പ്രതിനിധിയായി നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന ബഹുമാന്യനായ സഹപാനലിസ്റ്റ്, കേരള ജമാഅത്തയുടെ വൈസ് പ്രസിഡന്റ് കൂടെയായിട്ടുള്ള മുഹമ്മദ് ഫൈസി, അദ്ദേഹത്തിന്റെ പ്രസ്താവന എത്രമേൽ ഉത്തരവാദിത്വപൂർണമായിരുന്നു. സാമുദായിക രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നവർ എത്രമേൽ കേരളത്തിന്റെ മതനിരപേക്ഷതയോട് കടപ്പെട്ടവരാണ് എന്നത് വെളിച്ചം പകർത്തുന്ന ഒരു വാചകങ്ങളായിരുന്നു മുഹമ്മദ് ഫൈസിയുടെ പ്രസ്താവന. കാരണം എന്താണ്? അദ്ദേഹം അർത്ഥസംഖ്യകൾക്ക് ഇടയില്ലാത്ത വണ്ണം ഇവരുടെ വേദിയിൽ കോൺഗ്രസിന്റെ സമുന്നത നേതാവ്, പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച വിഷയത്തെ അദ്ദേഹം തന്നെ തള്ളിക്കളഞ്ഞിരുന്നു. അത് ഇപ്പോഴല്ല, ഈ പ്രസ്താവന വരുന്നതിന് എത്രയോ ദിവസങ്ങൾക്ക് പുറകിൽ തന്നെ വീണ്ടും വീണ്ടും കേരളത്തിൽ, പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട സാമുദായിക സംഘടനാ നേതൃത്വം, അതും നല്ല മതനിരപേക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന നിമിഷപ്രിയയുടെ മോചനത്തിൽ വരെ പർവ്വത സമാനമായ ഇടപെടൽ നടത്തി ഇന്ത്യക്കും കേരളത്തിനും ലോകത്തിനും മാതൃകയായി തീർന്നിട്ടുള്ള ഒരു സംഘടനയുടെ നേതൃത്വത്തോട് അവർ നടത്തുന്ന വാർത്താ സമ്മേളനങ്ങളിൽ വീണ്ടും വീണ്ടും വന്നിട്ട് കേരളത്തിലെ ശ്രീനാരായണ പ്രസ്ഥാനത്തിന്റെ ജനറൽ സെക്രട്ടറി പദവി കൂടി അലങ്കരിക്കുന്ന ശ്രീ വെള്ളാപ്പള്ളി, അദ്ദേഹം നടത്തിയ പ്രസ്താവനയോട് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അദ്ദേഹത്തെ മുഖ്യമന്ത്രി കാറി കയറ്റിയതിനെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഞാനല്ല, ആ സംഘടനയുടെ കൂടെ സമുന്നത നേതൃത്വത്തിന്റെ പ്രതീകമായ മുഹമ്മദ് ഫൈസി അർത്ഥസംഖ്യകൾക്കിടയില്ലാത്ത വണ്ണം പറഞ്ഞു. ആ വിഷയം ഞങ്ങൾ തുടരാൻ ആഗ്രഹിക്കുന്നതിൽ മാത്രമല്ല, ഈ കാറിൽ കയറ്റിയ വിഷയം ഇനി ചർച്ചയ്ക്കെടുക്കേണ്ടതില്ല, അത് അങ്ങേയറ്റം സാങ്കേതികമായ ഒരു പ്രശ്നം മാത്രമാണ് എന്ന് ആ സംഘടനയുടെ നേതൃപദവി അലങ്കരിക്കുന്ന ഒരാൾ പറഞ്ഞ് അവസാനിപ്പിച്ച വിഷയത്തിലാണ് എന്ത് ചെയ്യുന്നത്? വീണ്ടും കുറുക്കൻ കണ്ണുകളുമായി എന്ന് ഏതു സാധാരണക്കാരനും യുക്തിസഹമായി ചിന്തിക്കുന്ന ഏത് മലയാളിക്കും ബോധ്യം വരും വീതം കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ആ സംഘടനയുടെ യോഗത്തിൽ പോയിട്ട് വീണ്ടും ഈ വിഷയം ഉണർത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇനി ഇരിക്കട്ടെ, മതനിരപേക്ഷ രാഷ്ട്രീയത്തെ സംബന്ധിച്ചൊരു സംവാദത്തിന് കോൺഗ്രസും CPI-യും തയ്യാറാണോ? ഞങ്ങൾ എത്രയോ തവണ തയ്യാറായതാണ്. ഞാനിപ്പോ ചരിത്രത്തിന്റെ ഭൂതകാല അനുഭവങ്ങളിലേക്ക് പോകുന്നില്ല. മതനിരപേക്ഷത വാചകങ്ങളിൽ മാത്രം ഉണ്ടാകാൻ പാടില്ല. ആ അഭിപ്രായം അർത്ഥസംഖ്യകൾക്കിടയില്ലാത്ത വണ്ണം 1000 തവണ കരുത്തോടു കൂടെ ഞങ്ങൾ ഈ അവസരത്തിലും ആവർത്തിക്കുന്നു, ഉയർത്തിപ്പിടിക്കുന്നു. പറയാനൊരു അന്തസ്സ് വേണം, പറയാനൊരു അവകാശം വേണം. എന്തുകൊണ്ടാണ്? ഇന്ത്യൻ വർഗീയതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആളായിട്ടുള്ള ഗോൾവൽക്കറുടെ ജന്മവാർഷികം ആഘോഷിക്കാൻ RSS ക്ഷണിച്ചു വന്നുകൊണ്ടിരുത്തി ആ വാർഷികാഘോഷ ചടങ്ങിൽ
ഏത് RSSകാരനെയും നാണിപ്പിക്കും വിധം വിനീത വിധേയനായി മുട്ടുമടക്കി തൊഴുകൈകളോടുകൂടെ നിന്ന കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവാണോ മതനിരപേക്ഷ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ക്ലാസ് എടുക്കാൻ വരുന്നത്? അദ്ദേഹത്തിന് എന്തർഹത? ആദരണീയനായ അബൂബക്കർ മുസ്ലിയാരോടൊപ്പം വേദി പങ്കിടാൻ ആ വേദിയിൽ വന്നിരുന്നിട്ട് വീണ്ടും കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ട് മതനിരപേക്ഷ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ക്ലാസ് എടുക്കാൻ എന്ത് യോഗ്യത? കാരണം എന്താണ്? തരം കിട്ടിയപ്പോഴൊക്കെ വർഗീയതയുടെ മുമ്പിൽ മുട്ടിലെഴുന്നിട്ടേയുള്ളൂ, ശിരസ് കുനിച്ചിട്ടേയുള്ളൂ. ഗോൾവൽക്കറുടെ ചിത്രത്തിന് മുമ്പിൽ കുനിഞ്ഞു നിൽക്കുന്ന ഒരു കോൺഗ്രസ് നേതാവ് കേരളത്തിലെ വേറെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിങ്ങൾക്ക് കാണിക്കാൻ കഴിയുമോ? അതൊരു ഒറ്റയാളേ ഉള്ളൂ. അതാണ് നിർഭാഗ്യവശാൽ ഈ പ്രതിപക്ഷ നേതാവ്. അദ്ദേഹത്തിന്റെ 2016 പുറകെടുത്ത ഒരു പ്രസംഗം മാതൃഭൂമിയുടെ ആർക്കൈവിൽ ഉണ്ടാകുമല്ലോ. മലബാറിൽ 33 സ്കൂൾ അനുവദിച്ചത് കേരളത്തിന്റെ സാമുദായിക രാഷ്ട്രീയ മണ്ഡലത്തെ തകർത്ത് കളയുമെന്ന് പ്രസംഗിച്ചതാരാ? RSS നേതാവ് തോറ്റുപോകുന്ന വർഗീയത പ്രസംഗിച്ചത് ഇദ്ദേഹം MLA ആയിരുന്ന കാലയളവിലാണ്. 5ാം മന്ത്രിസ്ഥാനം ലീഗിന് കൊടുത്താൽ കേരളത്തിന്റെ സാമൂഹ്യ അന്തരീക്ഷം തകർന്ന് തരിപ്പണമാകുമെന്ന് പ്രസംഗിച്ചതാരാണ്? ഈ പ്രതിപക്ഷ നേതാവാണ്. തരം കിട്ടുമ്പോഴൊക്കെ RSSന്റെ വർഗീയതയുടെ മുമ്പിൽ മുട്ടിലിടുന്ന ചരിത്രമുള്ള ആ ചരിത്രം പണം പിടർത്തുന്ന തെളിവുകളായി, ആലങ്കാരികമായ വാചാടോപങ്ങളല്ല, പണം പിടർത്തുന്ന തെളിവുകളായി കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ നിൽക്കുന്ന ആ പ്രതിപക്ഷ നേതാവ് ഇപ്പൊ വന്നിട്ട് പറയുകയാണ് വെള്ളാപ്പള്ളി നടേശനെ കാറിൽ കയറ്റിയത് തെറ്റാണ്, അതാണ് വർഗീയതയെ പ്രീണിപ്പിക്കുന്നത്, അതാണ് വർഗീയതയുടെ മുമ്പിൽ മുട്ടിലിടുന്നത്. ചരിത്രബോധം വിലയിരുത്തട്ടെ.